ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ റെസിപ്പിയുമായാണ്. ഇപ്പോൾ നല്ല ഉഷ്ണമുള്ള സമയമല്ലേ, അപ്പോൾ നമുക്ക് ഒരു സംഭാരം കുടിച്ചാലോ. അപ്പോൾ നമുക്ക് ഈ ഉഷ്ണകാലത്ത് ശരീരത്തിന് നല്ല കൂളിംഗ് കിട്ടാനുള്ള ഒരു സംഭാരം അഥവാ മോരിൻ വെള്ളം തയ്യാറാക്കാം. നിങ്ങൾ ഈ സംഭാരം തയ്യാറാക്കുന്നത് രാവിലെ ചെയ്ത് വെക്കണം കേട്ടോ. അതൊരു മൺപാത്രത്തിൽ ശരിക്കും നമ്മൾ രാവിലെ അത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-11 മണിയാകുമ്പോൾ തുടങ്ങിയിട്ട് നമുക്ക് ദാഹം തോന്നുമ്പോൾ കുടിക്കാം. നല്ല കൂളിംഗ് കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് രാവിലെ ചെയ്ത് വയ്ക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ലിറ്റർ മോരാട്ടോ. നിങ്ങൾ തൈരാണ് എടുക്കുന്നതെങ്കിൽ അതിൽ വെണ്ണ ഒന്ന് കടഞ്ഞ് മാറ്റണം. സംഭാരത്തിന് എപ്പോഴും നല്ലത് വെണ്ണ മാറ്റിയ മോരാണ്. അപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ മോരാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ചേർക്കാം. അതായത് കൂടുതൽ കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം ചേർക്കാം. ഇല്ല കുറച്ച് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ അതുപോലെ. അപ്പോൾ നമുക്ക് സംഭാരത്തിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. മുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. വേപ്പില അല്പം കൂടുതൽ വേണേ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ 3-4 ചെറുനാരകത്തിൻ്റെ ഇല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമുക്ക് സംഭാരം തയ്യാറാക്കാം. ആദ്യം നമുക്ക് ഉള്ളി ഒന്ന് ചതയ്ക്കാം. ഇനി ഇഞ്ചി ഇടാം. ഇനി നമുക്കിതിലേക്ക് കാന്താരിമുളക് ഇട്ട് കൊടുക്കാം. കാന്താരിമുളക് ആട്ടോ ഇതിന് ടേസ്റ്റ്. ഇപ്പോൾ കാന്താരിമുളക് ഇല്ലെങ്കിൽ സാധാ മുളക് ഇട്ടാലും മതി കേട്ടോ. പച്ചമുളക് തന്നെ ഇട്ടാൽ മതി. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടണേ. ഇപ്പോൾ കാന്താരിമുളകും ഉള്ളിയും ഇഞ്ചിയും നമ്മൾ ചതച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നാരകത്തിൻ്റെ ഇലയും കറിവേപ്പിലയും നമുക്ക് സംഭാരത്തിലേക്ക് കീറിയിട്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് മോരിലേക്ക് നമ്മൾ ചതച്ചെടുത്തിരിക്കുന്ന പച്ചമുളക് ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ കറിവേപ്പില ഉണ്ടല്ലോ, അത് നമുക്കിങ്ങനെ കീറിയിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഇടേണ്ടത് ചെറുനാരകത്തിൻ്റെ ഇലയാണ്. അതൊരു 3-4 നമുക്കിങ്ങനെ കീറിയിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കേട്ടോ. ഞാനിപ്പോൾ 2 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പർ സംഭാരം റെഡി ആയിട്ടോ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വളരെയധികം ഗുണമുള്ള ഒന്നാണ് ഈ സംഭാരം. ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി വരുവാണെങ്കിൽ ആ ചൂടത്തൊക്കെ കയറി വരുമ്പോൾ ശരിക്കും നമ്മളിത് കുടിച്ച് കഴിയുമ്പോൾ ശരീരത്തിന് കിട്ടുന്നൊരു കൂളിംഗ് ഉണ്ടല്ലോ, അത് മറ്റേത് ജ്യൂസ് കഴിച്ചാലും കിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി കുടിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.